നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ നമ്പർ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മളിൽ പലരും പറയാറുണ്ട് നമ്മൾ സേവ് ചെയ്ത നമ്പർ മിസ്സായി പോയി, അല്ലെങ്കിൽ കാണാനില്ല, അറിയാതെ ഡിലീറ്റ് ആയി പോയി എന്നൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് പറയാറുണ്ട്. നമുക്ക് പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ നമ്പർ ആയിരിക്കും മിസ്സായി പോവുക. നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നം ഒഴിവാക്കാൻ നമ്മൾ നമ്പർ സേവ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മതി. അതുമാത്രവുമല്ല, നമ്മൾ ഇന്ന് നോക്കുന്ന കുറച്ച് സെറ്റിങ്സ് വഴി നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്തു പോയ എല്ലാ നമ്പറുകളും നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അടുത്തായി നമ്മൾ നമ്മളുടെ ഫോണിലേക്ക് പോയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ നമ്പർ എങ്ങനെ സേവ് ചെയ്യാം എന്നതിനെപ്പറ്റി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ ഡയലർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാം ക്രിയേറ്റ് ന്യൂ കോൺടാക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ആരുടെ നമ്പറാണോ സേവ് ചെയ്യേണ്ടത് അയാളുടെ നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി എന്നുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് നമ്മളിവിടെ നമ്പർ കൊടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഏറ്റവും മുകളിൽ കാണുന്ന ആ സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യും. എന്നാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും സേവ് ടു എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം നമുക്ക് നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 1 2 3 4 5 ജിമെയിൽ ഐ ഡി ഉണ്ടാവും. എന്നാൽ നമുക്ക് ഏത് ജിമെയിൽ ഐ ഡിയിലാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറും ബാക്കിയുള്ള ഗൂഗിളും ക്രോമും ഒക്കെ ഉപയോഗിക്കുന്നത് ഏത് ജിമെയിൽ ഐ ഡി ആണോ നിങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്, ജനറലായിട്ട് ഉപയോഗിക്കുന്നത്, അതിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സേവ് കൊടുക്കുക. അടുത്തായി നമ്മൾ നോക്കുന്നത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത നമ്പറുകൾ എവിടെയാണ് പോകുന്നത്, അഥവാ നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയ നമ്പറുകൾ എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഗൂഗിൾ എന്ന് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ എൻ്റെ ജിമെയിൽ ഐ ഡിയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഏതാണ്, ഇപ്പോൾ നമുക്കിവിടെ കാണാം നമുക്ക് 4 5 ജിമെയിൽ ഐ ഡി ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡി അതിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. അതിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നതിന് ശേഷം നമുക്കിവിടെ പീപ്പിൾ ആൻഡ് ഷെയറിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കോണ്ടാക്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും യൂസ് ദ കോണ്ടാക്ട്സ് ആപ്ലിക്കേഷൻ. അതിൽ നമ്മൾ സ്റ്റേ ഓൺ വെബ് യൂസ് ദിസ് ആപ്ലിക്കേഷൻ, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ യൂസ് ആപ്പ് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ എത്ര കോണ്ടാക്ട്സ് സേവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. എൻ്റെ ഇവിടെ ഒരു 510 കിടക്കുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ 1000 2000 ഒക്കെ ഉണ്ടാവും. അതിവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നതാണ്. അടുത്തായി നമ്മൾ നോക്കുന്നത് നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്തു പോയ നമ്പറുകൾ നമുക്ക് എങ്ങനെ വീണ്ടെടുക്കാം, അത് എവിടെ കിടക്കുന്നു എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം ഒരു 3 ലൈനിൽ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും താഴെ ത്രാഷ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലരുടെ ഫോണിൽ അത് ബിൻ എന്നായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ അതിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഞാൻ നേരത്തെ മുൻപ് എപ്പോഴോ ഡിലീറ്റ് ചെയ്ത ഒരു നമ്പറാണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ മുൻപ് നിങ്ങളറിയാതെ മറ്റൊക്കെ ഡിലീറ്റ് ചെയ്ത നമ്പറുകൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണാനായിട്ട് എന്തായാലും സാധിക്കും. അപ്പോൾ മുൻപ് നിങ്ങളെപ്പോഴോ നിങ്ങളറിയാതെ ഡിലീറ്റ് ചെയ്ത നമ്പറാണ് ഇവിടെ കിടക്കുന്നുണ്ടാവുക. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്ത് നമ്മുടെ കോണ്ടാക്ട്സിലേക്ക് വീണ്ടും തിരികെ എത്തിക്കാം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് നമുക്കിവിടെ ഡിലീറ്റ് ഫോർ എവർ എന്നുണ്ട്, റിക്കവർ എന്നുണ്ട്. ഇത് നമുക്ക് നേരെ തിരികെ എത്തിക്കാനായിട്ട് നമ്മൾ റിക്കവറിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കോണ്ടാക്ട്സിലേക്ക് പോയത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ത്രാഷ് എന്ന ഭാഗത്ത് ഇപ്പോൾ ആ കോണ്ടാക്ട്സ് കാണാനില്ല, അത് റിക്കവറായി നമ്മുടെ കോണ്ടാക്ട്സിലേക്ക് സേവ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഉറപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.